ഇതുപോലെ ന്യൂസിലാൻഡിൽ കാണുന്നതാണ്. അപ്പോൾ ന്യൂസിലാൻഡിൽ വന്നപ്പോഴത്തേനെ കുറച്ച് വേലികളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഞങ്ങൾ കല്ലുമക്കായി വെറുക്കാവുന്നത്. അപ്പോൾ ഇവിടെ കറ നിറച്ച് കല്ലുമക്കായി ഞങ്ങൾ ഇവിടെ വിളിക്കാം. അവിടെ കൂടെ കൂട്ടുകാരും കൂടെ വന്നിട്ടുണ്ട്. അവരോടൊപ്പം നമുക്ക് കല്ലുമക്കായി വെറുക്കാം. ഇന്ന് ഞങ്ങൾ കടലിൽ ഇറങ്ങാൻ പോയിരിക്കുക. കടലിൽ ഇറങ്ങാനല്ല, കടൽ കാണാൻ വന്ന കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കണ്ട കക്കാകൾ അതെ ഇവിടെ നോക്ക്, ചെറിയ കല്ലുമക്കായ കേട്ടോ ഉണ്ടായി വരുന്നുണ്ടോ. കല്ലുമക്കായ കണ്ടോ, ഇരിക്കുന്നതൊക്കെ കല്ലുമക്കായാണ്. കല്ലുമക്കായി കണ്ടോ, അതിനകത്ത് വലിയൊരു കല്ലുമക്കായ ഉണ്ടോ കണ്ടേ. ഇതുണ്ട് അതിൻ്റെ വലിയ അമ്മ കല്ലുമക്കായി, അനിയൻ കല്ലുമക്കായി, ചേട്ടൻ കല്ലുമക്കായി ഉണ്ടോ. അങ്ങനെ ഇവിടെ നിറച്ച് അത് തന്നെ കേട്ടോ. ഭയങ്കര വേലിയിറക്കമായിരുന്നു, നന്നായിട്ട് ഇറങ്ങി പോയിട്ടുണ്ട് ഫുള്ള് കണ്ടോ. ഇനി ആ നിറച്ച് എവിടെ നോക്കിയാലും കല്ലുമക്കായിട്ടൊരു കൂമ്പാരം തന്നെ കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിക്കും ഇന്ന് ഇവിടുന്ന് തന്നെ പറിച്ചുകൊണ്ട് നമുക്കൊരു 4 കിലോ കല്ലുമ്മക്കായി ഇട്ടുവാണെങ്കിൽ നാട്ടിലോട്ട് അയച്ച് കുറച്ച് പണക്കാരാവുമല്ലേ. അപ്പം ഞങ്ങളിത് നോക്കി വിൽക്കാൻ വേണ്ടി വിചാരിക്കുന്നു. ഇതൊക്കെ കല്ലുമ്മക്കായ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണോ എന്ന് സംശയം. അതേപോലെ ഡിസൈനിലുള്ള നല്ല മനോഹരമായ ഡിസൈനുള്ള കുറച്ച് അള്ളുപോലെ വെള്ളമൊക്കെ വീണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കും കേട്ടോ. അപ്പം ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്ന കല്ലുമക്കായ പെറുക്കാൻ വന്ന ആൾക്കാരെ ഒന്ന് ഫാത്തിമ, ഇന്നിവിടെ നിൽക്കുന്ന അടുത്ത ആള് പേര് പറയൂ, ജസീന, കണ്ട ഇവിടെ നിൽക്കുന്ന അവിടെ ബിൻസി. അപ്പം ഇവരെല്ലാം നമ്മൾക്ക് ഇന്ന് കല്ലുമക്കായി പറക്കി തരുന്നത്. അപ്പം അവർ പെറുക്കും, ഞാനുണ്ടാക്കും എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇന്ന് ഈ കല്ലുമക്ക എല്ലാം സ്മോൾ ആയതുകൊണ്ട് അതിനെല്ലാം സ്കൂളിൽ വിട്ട് അവരെ വലുതാക്കിയിട്ട് വേണം നമുക്ക് അതിനെ കെട്ടിച്ച് വിടാൻ വേണ്ടി. അപ്പം ഇത്രേ ഉള്ളൂ. എല്ലാം ഇതുപോലത്തെ കുഞ്ഞി പിള്ളേരായതുകൊണ്ട് വേണ്ട. അവിടെ കണ്ടോ കുറച്ച് ചേട്ടന്മാർ വേലിയർക്ക് ഉണ്ട്. അവിടെ കുറച്ച് പുളിസീനുണ്ട്. കുറച്ചുകൂടെ നോക്കട്ടെ. അവിടെ കുറച്ച് പേര് അങ്ങേയറ്റത്തൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പേര് കയാക്കിങ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളിരിക്കുകയാണ് കേട്ടോ. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഫാത്തിമയ്ക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട്. എന്താണ് ഫാത്തിമയുടെ ഡൗട്ട് ചോദിക്കും? പറയൂ ഫാത്തിമയുടെ ഡൗട്ട് എന്താണ്? പറയൂ. അപ്പൊ ഫാത്തിമയുടെ ഡൗട്ട് ഈ കറുത്ത കല്ലുമ്മക്കായി വെളുത്ത് കിടക്കുന്നത് കല്ലുമ്മക്കായുടെ അപ്പിയുമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കല്ലുമ്മക്കായുടെ ആരാണ് ഈ കിടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അത് മുട്ടയാണോ അതോ അപ്പിയാണോ അതോ അതിന്റെ എന്തെങ്കിലുമൊക്കെ ആണോ എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ഇവരൊക്കെ കായാക്കിങ് കഴിഞ്ഞ് എല്ലാവരും കൂടണയാനുള്ള ഇപ്പം എത്ര മണിയായി കാണും? 8 മണിയാണ്. ഇപ്പം 8:24 എല്ലാവരും സാധനമൊക്കെ പൊക്കി പിടിച്ചോണ്ട് പോകുന്നുണ്ട്. അപ്പം ഇതിനു മുമ്പേ അവിടെ ഒരു വോൾക്കാനിക് ഐലൻഡ് കാണുന്നുണ്ടോ? അത് ആക്റ്റീവ് അല്ലാത്ത ഒരു വോൾക്കാനിക് ഐലൻഡ് ആണ്. ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പണ്ടെങ്ങാണ്ട് വോൾക്കാനോ ഉണ്ടായതാണെന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം നല്ലതായിട്ട് ഇരിപ്പുണ്ട്. ഒരു മനുഷ്യവാസമില്ലാത്തൊരു സ്ഥലമാണ്. എപ്പോൾ വേണേലും പൊട്ടിത്തെറിക്കുക. എന്നേലും ആക്റ്റീവ് ആണെങ്കിൽ അത് പൊട്ടിത്തെറിക്കാനും ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് തിരിച്ചടിച്ചാലോ, ബാക്ക് അടിച്ചാലോ? അപ്പം ഇന്നത്തെ നമ്മുടെ കല്ലുമക്ക പെറുക്കൽ കഴിഞ്ഞോ? പോയാലോ? കല്ലുമക്ക പെറുക്കൽ കഴിഞ്ഞെങ്കിൽ നമുക്ക് യാത്രയായാലും തിരിച്ച്. ഓക്കെ, ടീ പറയാറായിട്ടില്ല. അവിടെ വെള്ളം വന്നടിച്ചാണ്. എന്നോട് ജസീല ചോദിച്ചു അതെന്താ അങ്ങനെയെന്ന്. അത് കുറേ വർഷമായിട്ട് വെള്ളം അടിച്ച് ഇതിൻ്റെ ഷേപ്പ് തന്നെ ഇങ്ങനെ ആയി മാറിയിട്ടുണ്ട് കേട്ടോ. അതിന് നല്ല ഡിസൈനിലൊക്കെ വന്നിട്ടുണ്ട്. അത് മേളിൽ എന്തൊരു ബിൽഡിംഗ് ഉണ്ട്. അതേ സമയം താഴോട്ട് വരുമെന്ന് തോന്നുന്നു. ആ രീതിയിലാണ് കിടക്കുന്നത്. അവിടെ ഒരു കുഞ്ഞി ബോബോ ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. അവനും കല്ലുമ്മക്ക വെറുക്കാൻ വന്നാൽ തോന്നുന്നു. നല്ല അവൻ കളിക്കാൻ പോയാൽ തോന്നുന്നു. നല്ല രസമുണ്ടാണ്. ഓക്കെ, ആ വീട് ഏത് സമയം താഴെ വീഴുമല്ലേ? റീൽസ് എടുത്താലോ?
വാ വാ. അസ്തമന എവിടെയാ? എന്തേലൊക്കെ പറയുന്നുണ്ടോ? ഇനി എന്തേലൊക്കെ പറയാനുണ്ടോ? ജെസ്സിലേക്ക് എന്തേലൊക്കെ പറയാനുണ്ടോ? ജെസ്സിലെ കണ്ടുപിടുത്തം എന്തേലും ഉണ്ടെങ്കിൽ. കല്ലിമൊക്കെ ഇഷ്ടപ്പെട്ടോ ജെസ്സിലേക്ക്? എന്നാൽ കടയിൽ നിന്ന് നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാം. അതാകുമ്പോൾ നമുക്ക് വേദന തീരുമേ. പൈസയുടെ നമുക്ക് ഒത്തിരി പൈസക്കാരായിട്ട് കുഴപ്പമില്ലായിരിക്കില്ലേ. പിന്നെ കാലൊരക്കണമെങ്കിൽ ഇവിടുന്ന് ഒരു പീസ് എടുത്തു കഴിഞ്ഞാലേ കാല് പെഡിക്യൂർ എല്ലാം ഒക്കെ എല്ലാം ചെയ്ത് കഴിയാം. തുണി കഴിക്കാൻ ഇവിടെ നമുക്ക് സ്പെഷ്യലായിട്ട് വെച്ചിരിക്കുന്ന കല്ലാന്ന് തോന്നുന്നു. വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ അലക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ വേണമെങ്കിൽ അലക്കാം, വെള്ളം അടുത്ത് തന്നെയുണ്ട്. അപ്പം അങ്ങനെ കടലിലോട്ട് ഇറങ്ങി പോയത്. നേരത്തെ ഇതിനെ ഫുൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം അവിടെ മിൻസി കടലിലേക്ക് ഇറങ്ങി പോവാ. മിൻസി വേണ്ട മോളെ, വേണ്ട മോളെ. അങ്ങനെ മിൻസി കടലിലേക്ക് മന്ദം നടന്നു നീങ്ങിയാണ് ഗായ്സ്. തിരയടിക്കാൻ ഞങ്ങൾ ഷൂ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ശശിയായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. വേണ്ട ചെരുപ്പ് മാറ്റിപ്പിച്ച് ഇപ്പൊ ശശി മേസ്ത്രി ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടോ രണ്ടുപേരും, ഇൻക്ലൂഡിങ് മീ. ഓക്കെ, അവിടെ ആരാണ്? തുമ്മിയാണല്ലോ. ഇത്ര ഇറങ്ങി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ല. ആദ്യമായിട്ട് എങ്ങനെ കണ്ട. അവിടെ ഒക്കെ കുറച്ച് പേര് കുളിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട് കടല്. ഇനി നാളെ വരുമ്പോൾ ചിലപ്പോൾ വേലിയേറ്റായിരിക്കും ഫുൾ കയറി നിൽക്കുന്നതാണ്. ഓക്കെ, ഞങ്ങള് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്നിരിക്കുവാണ്. അപ്പം ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ ബിൻസിയുടെ ഒരു ഡാൻസ് അല്ലേ, റീൽസ് ഇവിടെ ഉണ്ട്. അവിടെ ഒരാൾ റീൽസിന് വേണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മളിവിടെ കടലിലെ ആൾക്കാരുണ്ട്. നമുക്ക് ഇവിടെ ഈ ഒരു സൈഡിൽ സെറ്റ് ചെയ്ത് ഒരു ഡാൻസ് കളിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇരുട്ടി ഏകദേശം 8 മണിയൊക്കെ കഴിഞ്ഞു. എന്നാലും ഞങ്ങൾ ഇവിടെ ഇരിക്കണം. ഓക്കെ, അല്ല ഞാൻ തീർക്കാൻ വേണ്ടി. അപ്പം ഞങ്ങൾ തിരിച്ച് എല്ലാം കഴിഞ്ഞ് കക്കായും പെറുക്കിയില്ല, ഒന്നും പെറുക്കിയില്ല. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് ഇതാ മന്ദം നീങ്ങാണ്. മേടിച്ച ഐസ്ക്രീം ഉണ്ടായിരുന്നു, അതൊക്കെ അലിഞ്ഞ് വെള്ളമായി. അവസാനം അതൊക്കെ എടുത്ത് ജ്യൂസ് പോലെ കുടിച്ച് ഞങ്ങളിതാ ഞങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഇനിയും അടുത്ത എപ്പിസോഡുമായിട്ട് അടുത്ത പാട്ടുമായി പിന്നെ വരുന്നതായിരിക്കാം. അതുവരേക്കും നിങ്ങൾക്ക് വണക്കം, നന്ദി അല്ലേ. ഓക്കെ, അപ്പം നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൂ. ഞാൻ വലിയൊരു വ്ളോഗറൊന്നും അല്ല, ഒരു പാവം വ്ളോഗറിന്. പ്രത്യേകിച്ച് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒരു ചെറിയ കമൻറ്റൊക്കെ തെറി വിളിക്കാത്ത പറഞ്ഞ് ഇട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങളപ്പോൾ പോവുകയാണ്. അപ്പം അതുവരേക്കും ബൈ ബൈ.